Good morning, sir. How are you? Fine, thank you, sir. Hey, എന്നാ എന്താടോ വലിയ വക്കീലൊക്കെ ആയപ്പോൾ നമ്മളൊക്കെ വിളിച്ചാൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു മടി. സോറി സർ, ഞാൻ കണ്ടില്ല. കാണില്ല? കുറച്ചു കാലം കൂടെ നിന്നോട്ടൊന്ന് യായിച്ചു നടന്ന കാലം കഴിഞ്ഞല്ലോ. ഞാൻ പോയിക്കോട്ടെ സർ. നിക്ക് ചോദിക്കട്ടെ, താൻ എനിക്കൊരു സാധനം തരാനുണ്ടല്ലോ. എന്താ? എൻ്റെ ഓഫീസിൽ നിന്ന് താൻ എടുത്തുകൊണ്ട് പോയ പുസ്തകം, സിൻഡ്രി ബാങ്ക്സിൻ്റെ ക്രിമിനൽ ജസ്റ്റിസ് എത്തിക്സ്. സാർ, ഞാനല്ലത് എടുത്തേന്നു പറഞ്ഞതല്ലേ? മോളെ, ആ പുസ്തകത്തിൻ്റെ വില 6000 രൂപയാണ്. അതുപോട്ടെ, പുസ്തകം പോയതിലല്ല എൻ്റെ വിഷമം. എൻ്റെ കൂടെ ജൂനിയറായിട്ട് നിന്ന ഒരു കുട്ടി ഇതുപോലെ സ്റ്റീലിംഗ് ബിഹേവിയർ കാണിച്ചത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. പുസ്തകമല്ലേ മോട്ടിച്ചത്, സാരല്ല. ക്യൂരിയസ് ആയ കുട്ടികൾ ചിലപ്പോൾ അതൊക്കെ ചെയ്യും. ഞാനതങ്ങ് ക്ഷമിച്ചു. എനിവേ, വെൽക്കം ടു ദ ബാറ്റിൽ ഓഫ് ട്രൂത്ത്. ഒരു കില്ലറിനെ രക്ഷിക്കാനുള്ള മിഷനിലാണ് ഹന്ന. വാദിച്ച് അവസാനം അവൻ്റെ കൂടെ പൊറുതിയൊന്നും തുടങ്ങരുത് കേട്ടോ. കേസ് നമ്പർ 41/17 ചമ്പക അമ്മാൾ വധക്കേസ്. അക്യൂസ് അജയൻ എന്ന അജ്മൽ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. In this case, my lord, there are 3 eyewitnesses. CW1 is ഭാസ്കരൻ. ചമ്പകമ്മാളുടെ കൊലപാതകത്തിന് ശേഷം പ്രതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടയാളാണ് ഭാസ്കരൻ. കണ്ടത് എന്താണെന്ന് ബോധിപ്പിച്ചോളൂ. സാറേ, 2015 ജൂൺ 12-ാം തീയതി 12-ഓ 18-ഓ 18-ാം തീയതി ഒരു വലിയ കരച്ചിൽ കേട്ടിട്ടാണ് സാറേ ഞാനും എൻ്റെ ഭാര്യയും രാത്രി ഒരു 12-12:30 മണിയായി കാണും ഞെട്ടി എണീറ്റത്. You have any cross? Yes, Your Honor. Sir, I don't have a question for him. Louder, please. Sorry, sir, I don't have a question for him. Call the next witness. CW2 പീതാംബരൻ രാമൻ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. പീതാംബരൻ, ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എന്താണ് സംഭവിച്ചത് എന്ന് ബോധിപ്പിച്ചുള്ളൂ. സാറേ, ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ആയ്മ വെട്ടിയന്ന് രാത്രി ഒരു 12 മണിയായപ്പോൾ എനിക്കൊരു ഓട്ടം നമ്മുടെ ചെമ്പിലേക്ക് കിട്ടിയായിരുന്നു. ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ പാലം ഷാപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും എൻ്റെ വണ്ടി ഓട്ടോറിക്ഷ പെട്ടെന്ന് കേടായി. എന്തു ചേട്ടാ? ഒന്നും പറയണ്ട, നട്ടപ്പാരാക്കി പണി കിട്ടി മോനെ. ഒന്ന് തള്ളി തരും. അതെന്താ ചേട്ടാ? ഒരു മിനിറ്റ്. എന്താ ഈ പാതിരാത്രിയിൽ എണിയൊക്കെ ആയിട്ട്? ഇവിടെ ഇത്തിരി കേബിളിന്റെ പണി ഉണ്ടെന്നേ. രാത്രി ഫുട്ബോൾ കാണുന്നവരെ കൊണ്ട് ഒരു രക്ഷയില്ല. നമ്മളെ കിടത്തി ഉറക്കൂലെന്നേ. കിട്ടിയ പോലെ. ശരി ചേട്ടാ. ഓക്കെ ഓക്കെ. അന്ന് പാരാത്രിയിൽ അവൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് അത്ര പന്തി തോന്നിയില്ലായിരുന്നു. അതാ. Do you have any cross, Hannah? No, Your Honor.
CW3 ജിനീഷ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സാധാരണ കടയടച്ചതിന് ശേഷമാണ് നിങ്ങളും പ്രതിയും കിടക്കാനുള്ള മുറിയിലേക്ക് പോകുന്നത് അല്ലേ? അതെ. സംഭവ ദിവസവും അങ്ങനെ തന്നെയായിരുന്നോ? അല്ല സാറേ, വെളുപ്പിനൊരു 3:45 കഴിഞ്ഞപ്പോഴാണ് അന്ന് ഹോട്ടലടച്ച്. ആ സമയത്ത് അജയൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഞാൻ അവനവിടെ കണ്ടില്ല. ഒരു 11-11:30 ആയപ്പോഴാണ് അവൻ പുറത്തേക്ക് പോകണേ കണ്ടേ. പിന്നെ തിരിച്ചു വന്നത് ഒരു 2 മണിയായപ്പോഴാണ്. 2 മണി കഴിഞ്ഞപ്പോഴെന്ത് സംഭവിച്ചു? 2 മണി കഴിഞ്ഞപ്പോഴാണ് ചെമ്പമാല വീടിൻ്റെ അടുത്ത് താമസിക്കണേ രണ്ടുപേരും ഒന്ന് അയമ്മയ്ക്ക് വെട്ടുകൊണ്ട് വരും വന്ന് അവിടെ ഒന്ന് കൗണ്ടറിൽ പറഞ്ഞേ. അത് പറയുമ്പോഴും അജയൻ അവിടെ ഉണ്ടായിരുന്നു. അവനാ വെട്ടുകൊണ്ട് വിവരം എന്നോടൊന്ന് പറഞ്ഞേ. ആ സമയത്താണോ പ്രതി ജിനീഷിനോട് നീ അല്ലേടാ ജിനീഷെ ചെമ്പകമ്മാലിനെ വെട്ടിയത് എന്ന് ചോദിച്ചത്? ചോദിച്ച കേട്ടില്ലേ? നിങ്ങൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വാസ്തവാണോ? അജയൻ തന്നോട് ആ സമയത്ത് അങ്ങനെ ചോദിച്ചിരുന്നോ? അതോ പോലീസുകാർ വെറുതെ അവരുടെ ഭാവനയ്ക്ക് എഴുതി ചേർത്തതാണ്? കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. താൻ പറഞ്ഞതാണോ? പറഞ്ഞ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. സാർ. യുവർ ഓണർ, കൊലപാതകം ചെയ്തിട്ട് വന്ന പ്രതി തൻ്റെ കുറ്റം ജനീഷിൻ്റെ തലയിൽ ചാർത്താനായി ചെയ്ത മനഃശാസ്ത്രപരമായ ശ്രമമായിട്ട് വേണം ഇക്കാര്യത്തെ വിലയിരുത്താൻ. Do you have any cross? No, sir. മോഷണമായിരുന്നു പ്രതിയുടെ പ്രാഥമികമായ ഉദ്ദേശം. ചെറുപ്പം മുതലേ മോഷണം ശീലമാക്കിയ ആളാണ് ഇയാളെന്ന് വളർത്തമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. മോഷണം ഒരു സ്വഭാവമായി കൊണ്ടുനടക്കുന്ന ആളാണ് ഇയാളെന്ന് ഹോട്ടലിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന ബാബു, അയാളെ അവിടെ ജോലിക്ക് വെച്ചിരുന്ന ഹോട്ടലുടമ അഷ്റഫ് എന്നിവരും സാക്ഷ്യപ്പെടുത്തുന്നു. Any cross? Yes, Your Honor. നോക്കൂ അഷ്റഫ്, ചെമ്പകമ്മാൾക്ക് വെട്ടുകൊണ്ട കാര്യം നിങ്ങൾ അറിഞ്ഞത് ഭാസ്കരനും സാദിക്കും വന്ന് പറഞ്ഞപ്പോഴാണെന്ന് പറഞ്ഞു. പോലീസ് പറയുന്നത് അനുസരിച്ച് പ്രതി കൊലപാതകം നടത്തി കത്തി കുളത്തിൽ വലിച്ചെറിഞ്ഞ് ശരീരം മുഴുവൻ വൃത്തിയാക്കി താമസിക്കുന്ന മുറിയിൽ തൻ്റെ ഷർട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് എന്നാണ്. ഒറ്റ ചോദ്യം, അത് മാത്രം ഓർത്ത് പറഞ്ഞാൽ മതി. കുളിച്ച് വൃത്തിയായ മട്ടിലായിരുന്നോ അതോ പണിയെടുത്ത അതേ ഡ്രസ്സിലായിരുന്നോ നിങ്ങൾ കാണുമ്പോൾ പ്രതിയുടെ വേഷം? അവനെവിടെയും പോയിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ സമയത്ത് അവൻ തന്നെ എനിക്ക് കട്ടനിട്ടുകൊണ്ട് വന്നു. That's all, Your Honor. The court is adjourned.